ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് തിരിച്ചടി. ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മുരാരി ബാബുവിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസം കൂടി നീട്ടി. എ പത്മകുമാറിനെതിരെ CPIM നടപടിയെടുക്കാത്തത് ദൈവതുല്യനായ വ്യക്തിയെ സംരക്ഷിക്കാനാണോ എന്ന് VD സതീശന്റെ ചോദ്യം. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെതിരായി ഗുരുതരമായ ആരോപണം കൂടി SIT കോടതിയിൽ ഉന്നയിച്ചിരിക്കുകയാണ്. ഗുരുതരമായ ആരോപണം. എന്നിട്ടും CPM ഈ അയ്യപ്പന്റെ സ്വർണം കവരാൻ കൂട്ടുനിന്ന ഗൂഢാലോചന നടത്തിയ പത്മകുമാറിനെയും മറ്റ് നേതാക്കളെയും സംരക്ഷിക്കുകയാണ്. പത്മകുമാർ പറഞ്ഞ ദൈവതുല്യനായ ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ഇവരിൽ ചെയ്യുന്നത് എന്ന് CPM വ്യക്തമാക്കണം. അയ്യപ്പന്റെ സ്വർണം കവർന്നവരെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ SIT കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടും അവരെ ഇപ്പോഴും സംരക്ഷിക്കുന്ന സമീപനമാണ് CPM. വിശദാംശങ്ങളുമായി അരുൺ രാജ് ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ, കനത്ത തിരിച്ചടിയാണ് പത്മകുമാറിന്. എന്തൊക്കെ പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായി? വിവരങ്ങൾ അരുൺ. ഉന്മേഷ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ചർച്ചകൾ കടക്കുന്നതിനിടയിലാണ് പത്മകുമാറിന് കോടതിയിൽ നിന്ന് കൂടി തിരിച്ചടി ഉണ്ടാകുന്നത്. ദ്വാരപാല ശില്പങ്ങളുടെ സ്വർണം കവർന്ന കേസിലാണ് പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി തള്ളിയത്. കാരണം ഇതിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയപരമായ ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. കാരണം പത്മകുമാറിനെ സംരക്ഷിക്കുന്നത് അതിൽ ഉന്നത ബന്ധങ്ങളിലേക്ക് കടക്കാതിരിക്കാനാണോ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. അത് ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചർച്ച ചെയ്യാൻ പോകുന്നു, അത് CPMനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളത് സൂചന കൂടിയാണ് നൽകുന്നത്. എന്തായാലും പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞത് ഈ കേസിൽ ഇനി ഈ ഘട്ടത്തിൽ ഇപ്പോൾ ജാമ്യം നൽകാൻ കഴിയില്ല. കാരണം പ്രധാന പ്രതികളിലേക്കടക്കം എത്താനുണ്ട്, നിർണായകമായ തെളിവുകൾ കണ്ടെത്താനുണ്ട്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ പ്രധാന പ്രതിയായ പത്മകുമാറിന് ജാമ്യം നൽകാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു കൊല്ലം വിജിലൻസ് കോടതി സ്വീകരിച്ചത്. അതേസമയം ഇന്ന് റിമാൻഡ് കാലാവധി അവസാനിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതുപോലെ തന്നെ മുരാരി ബാബുവിനെയും ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. ഇരുവരെയും 14 ദിവസത്തേക്ക് വീണ്ടും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ രണ്ട് കേസിലും, കട്ടളപ്പാളി കേസിലും ദ്വാരപാല ശില്പങ്ങളുടെ സ്വർണ്ണം മോഷ്ടിച്ച കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും കൊല്ലം വിജിലൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി. ഈ ജാമ്യാപേക്ഷയിൽ നിന്ന് കോടതി വിശദമായ വാദമാണ് കേട്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി അഭിഭാഷകൻ പ്രധാനമായും പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട് 80 ദിവസമാണ് റിമാൻഡിൽ കഴിഞ്ഞിരിക്കുന്നത്. ഈ കേസിൽ നിരവധി തവണ ചോദ്യം ചെയ്തു. ഇനിയും ഈ ചോദ്യം ചെയ്യൽ തുടരുന്നത്, അത് റിമാൻഡിൽ കഴിഞ്ഞുകൊണ്ടുള്ള ചോദ്യം ചെയ്യൽ തുടരുന്നത് ഒരു കാരണവശാലും അത് മനുഷ്യത്വരഹിതമാണ്, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു. പക്ഷേ SITക്ക് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടറായ സിജു രാജൻ ഇതിൽ അഭിപ്രായപ്പെട്ടത്. കാരണം നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നാണ്. ഈ കേസിലെ മുഖ്യ സൂത്രധാരനാണ്. അതുകൊണ്ട് മുഖ്യ സൂത്രധാരനെ പുറത്തേക്ക് വിട്ടാൽ അത് കേസിന്റെ മെറിറ്റിനെ ചോദ്യം ചെയ്യും, തുടർന്നുള്ള അന്വേഷണത്തെ അടക്കം ബാധിക്കും. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം നൽകരുത് എന്നുള്ളതായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടറായ സിജു രാജന്റെ വാദം. എന്തായാലും കോടതി ഈ രണ്ട് വാദങ്ങളും പൂർണ്ണമായും മുഖവിലേക്ക് എടുത്തിട്ടുണ്ട്. ജനുവരി 14 ഈ കേസുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവത്തിലേക്ക് കോടതി കടക്കുകയും ചെയ്യും. അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.